ഇനി ഭാരതത്തിന് സ്വന്തമാകുന്നു ഒന്നല്ല ഒന്നിലധികം കരുത്തന്മാർ. ഇനി ഇന്ത്യയുടെ വ്യോമ മേഖല ഭരിക്കും. ഇസ്രയേലുമായി ഇന്ത്യ ചെറിയൊരു കരാറിലല്ല ഏർപ്പെടാൻ ഒരുങ്ങുന്നത് എന്നുള്ളതിൻ്റെ ആദ്യ സൂചനയായി ഇതിനെ നോക്കിക്കാണാം. ഒന്നും രണ്ടുമല്ല 8,000 കോടി രൂപയുടെ പ്രതിരോധ കരാർ. കരുത്തു പകരാൻ 6 വമ്പൻ ടാങ്കർ വിമാനങ്ങൾ. ലക്ഷ്യം ഒന്ന് മാത്രം, ഇന്ത്യയുടെ ശത്രുക്കൾ, പ്രധാനമായി പാകിസ്ഥാൻ. ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരവും പറന്നെത്തി ഭസ്മമാക്കാൻ കഴിയുന്ന മറ്റൊരു ലക്ഷ്യത്തെ കൂടി ഇന്ത്യ സ്വന്തമാക്കുന്നു. ഇസ്രയേൽ ഒരു ഭാഗത്ത് നമുക്ക് കരുത്തു പകരുന്നെങ്കിൽ മറുഭാഗത്ത് റഷ്യൻ കരുത്തും ഇന്ത്യയെ സഹായിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായിട്ടുള്ള സുഖോയ് Su-57 ഉടനടി തന്നെ ഇന്ത്യയിലേക്ക് പറന്നെത്തും. വളരെ വേഗത്തിൽ ഈ ഡീൽ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത് റഷ്യയും മറുഭാഗത്ത് ഇസ്രയേലും. ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് വലിയ വലിയ ആകാശങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ ഇസ്രയേൽ സന്ദർശനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് തുടക്കമായതോടെ ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയിൽ ഉണ്ടാകുന്ന കുതിച്ചുചാട്ടത്തെക്കുറിച്ച് പലരും പല വിഷയങ്ങളും എടുത്തു പറയുന്നുണ്ട്. എന്നാൽ അക്കൂട്ടത്തിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പറയാനുള്ള കഥ അത് മറ്റൊന്നാണ്. വ്യോമസേനയുടെ കരുത്തു തന്നെ ഇരട്ടിയിലധികമാക്കാൻ വേണ്ടി 6 മിഡ് എയർ റീഫ്യൂവലിംഗ് വിമാനങ്ങൾ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അതായത് മിഡ് എയർ റീഫ്യൂവലിംഗ് എന്ന് പറയുമ്പോൾ ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന വിമാനങ്ങൾ. 8,000 കോടി രൂപയുടെ ഡീലിലേക്കാണ് ഇന്ത്യയും ഇസ്രയേലും കടക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രയേൽ സർക്കാർ ഉടമസ്ഥയിലുള്ള പ്രതിരോധ കമ്പനിയും ഭാരതത്തിന്റെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ചേർന്നുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 6 ബോയിങ് 767 പാസഞ്ചർ വിമാനങ്ങളെ അത്യാധുനിക സൈനിക ടാങ്കർ വിമാനങ്ങളാക്കി മാറ്റുന്ന ബൃഹത്തായ പദ്ധതിയാണ് വിപ്ലവകരമായ മാറ്റം ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നത്, ഇന്ത്യൻ സുരക്ഷയ്ക്ക് മുതൽക്കൂട്ടായി മാറുന്നത്. ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡീൽ, അതിനിർണായകമായ ഒരു കരാർ എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. നിലവിൽ വ്യോമസേനയുടെ പക്കലുള്ള 6 റഷ്യൻ നിർമ്മിത IL-78 ടാങ്കർ വിമാനങ്ങൾ ഏറെ കാലപ്പഴക്കം ചെന്നവയാണ്. അതിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി, അതിന് പകരക്കാരനാക്കി വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലുമായി ഈ ഒരു ഡീലിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി പുതിയ ടാങ്കർ വിമാനങ്ങൾക്കായി ഇന്ത്യ പല ശ്രമങ്ങൾ നടത്തിയിരുന്നു. 20 വർഷക്കാലം നടത്തിയ ആ ശ്രമത്തിനാണ് ഇപ്പോൾ ഒരു ഫലമുണ്ടായിരിക്കുന്നത്. യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്നതോടെ ദീർഘദൂര ആക്രമണങ്ങൾ നടത്താനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ പ്രഹരശേഷി ഏറെ വർദ്ധിക്കും. നിലവിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും വിമാനങ്ങൾ വാടകയ്ക്കെടുത്തുകൊണ്ടാണ് ഈ കുറവ് നാം നികത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ ആവശ്യകത വരില്ല എന്ന് സാരം. 2026 തന്നെ ഈ കരാർ ഔദ്യോഗികമായി നമുക്ക് ഒപ്പുവെച്ച് മുന്നോട്ട് നീങ്ങാനും വിമാനം സ്വന്തമാക്കാനും കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മറുഭാഗത്ത് പറയുകയാണെങ്കിൽ ഇന്ത്യ ശക്തമായി തന്നെ പ്രതിരോധ മേഖലയിൽ കാര്യങ്ങൾ പഴുതടച്ചുകൊണ്ടുള്ള സുരക്ഷയ്ക്ക് ഊട്ടിയുറപ്പിക്കുന്നു എന്ന വ്യക്തമായൊരു സൂചന കൂടിയാണ് കിട്ടുന്നത്. നമുക്കറിയാം, അമേരിക്ക പല രീതിയിൽ ഇന്ത്യയെ വീർപ്പുമുട്ടിക്കാനായി ശ്രമിച്ചുവെങ്കിൽ പോലും ഇന്ത്യയുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട്, ഇന്ത്യയുടെ അഖണ്ഡത എടുത്തു പറഞ്ഞുകൊണ്ട് ശക്തമായി തന്നെ അമേരിക്കയെ വെല്ലുവിളിച്ചിരുന്നു. അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് റഷ്യൻ എണ്ണ ഇറക്കുമതി താൽക്കാലികമായി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം സംജാതമായി വരുന്നെങ്കിൽ പോലും റഷ്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം സ്വന്തമാക്കുന്നതിലോ പ്രതിരോധ ഉപകരണ വിപണിയിൽ ഇടപെടാനോ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായിട്ടുള്ള സുഖോയ് Su-57 ഈ വാങ്ങുന്നതിനെ കുറിച്ചുള്ള ഒരു നീക്കത്തിൽ ഇന്ത്യ ബഹുദൂരം മുന്നിലേക്ക് സഞ്ചരിക്കുകയാണ്. ബംഗളൂരുവിൽ നടന്ന എയ്റോ ഇന്ത്യ 2025 റഷ്യയും അമേരിക്കയും അവരുടെ 5ാം തലമുറ ഫൈറ്റർ വിമാനങ്ങളായിട്ടുള്ള റഷ്യയുടെ സുഖോയ് 57ഉം അമേരിക്കയുടെ F-35ഉം ഒരുപോലെ തന്നെ പ്രദർശിപ്പിച്ചിരുന്നു. സാങ്കേതികവിദ്യ കൈമാറ്റത്തിനൊപ്പം തന്നെ Su-57ന്റെ സംയുക്ത നിർമ്മാണം റഷ്യ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏകദേശം 40 വിമാനങ്ങൾ വാങ്ങാൻ വേണ്ടി തന്നെയാണ് ഇന്ത്യ തീരുമാനിക്കുന്നത്. ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഉടൻ തന്നെ ഇതിനുള്ള അനുമതി നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു. ശബ്ദത്തിന്റെ ഇരട്ടി വേഗതയിൽ പറക്കാൻ കഴിയുന്ന യുദ്ധവിമാനം കൂടിയാണിവ. കഴിവുകളുടെ കാര്യത്തിൽ ഇതിനെ പലപ്പോഴും അമേരിക്ക F-35യുമായി താരതമ്യപ്പെടുത്താറുണ്ട്. അമേരിക്കയുടെ കരുത്തനുമായി ഇഞ്ചോടിഞ്ച് പോരിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു കരുത്തുറ്റ വജ്രായുധമായി തന്നെ ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചെങ്ഡു J-20, ഷെങ്യാങ് J-35 ഫൈറ്റർ വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള ചൈനയുടെ സ്റ്റെൽത്ത് കപ്പലിന്റെ ദ്രുതഗതിയിലുള്ള വികാസത്തിനിടയിലാണ് ഇന്ത്യ 5ാം തലമുറ യുദ്ധവിമാനം വാങ്ങാൻ വേണ്ടി ഒരുങ്ങുന്നത്. ചൈന പാകിസ്ഥാന് 40 J-35 വിമാനങ്ങൾ വാഗ്ദാനം ചെയ്ത റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നതാണ്.
ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഇന്ത്യ കരുത്ത് വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യതയാണ്. എന്നാൽ F-35 കൂടുതൽ പ്രായോഗികമായ ഓപ്ഷനായി ഇന്ത്യ നോക്കിക്കാണുന്നത് സുഖോയ് 57 തന്നെയാണ്. കാരണം റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് പറക്കാനുള്ള സുഖോയിയുടെ ശേഷി അത് അപാരം തന്നെയാണ്. സുഖോയ് ജെറ്റുകളുടെ നിർമ്മാതാക്കളായിട്ടുള്ള യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ ഇന്ത്യയുമായി സാങ്കേതിക കൂടിയാലോചനകൾ അവസാന ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ ഇത് പൂർത്തിയാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ ഉപയോഗിക്കുന്ന സുഖോയ് 30 MK നിർമ്മിക്കുന്ന സൗകര്യങ്ങളിൽ സോഴ്സ് കോഡും പ്രാദേശിക ഉൽപാദനങ്ങളും ഒക്കെ തന്നെ ഈ കരാറിൽ ഉൾപ്പെടും. സുഖോയ് 30 നിന്നും സുഖോയ് 57 ഇന്ത്യയുടെ കുതിച്ചുചാട്ടം തന്നെയായിരിക്കും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തു പകരുന്നത്. സോഴ്സ് കോഡിലേക്കുള്ള പ്രവേശനം ഇന്ത്യക്ക് വിമാനത്തിൽ തദ്ദേശീയമായി പരിഷ്കാരങ്ങൾ വരുത്താൻ അനുവദിക്കും. ഇന്ത്യയുടെ ആവശ്യത്തിനനുസൃതമായി പല മാറ്റങ്ങളും നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയും. ഇനി ഫ്രാൻസിൽ നിന്നുള്ള 114 റഫേൽ യുദ്ധവിമാനങ്ങൾക്കുള്ള കരാർ കഴിഞ്ഞ ആഴ്ച അന്തിമമാക്കിയത് നമുക്കറിയാം. അങ്ങനെ ഇസ്രയേലിന്റെ കരുത്ത്, റഷ്യയുടെ കരുത്ത്, ഫ്രാൻസിന്റെ കരുത്ത്, ഒപ്പം തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിക്കുന്ന കരുത്ത്, ഈ 3 രാജ്യങ്ങളുടെ കരുത്ത് തന്നെയാണ് ഇന്ത്യ പ്രഹരമായി ശത്രുക്കൾക്ക് മേലിനി ഉപയോഗിക്കാനായി പോകുന്നത്. F-35 വാഗ്ദാനം ചെയ്യാൻ അമേരിക്ക സന്നദ്ധത പ്രകടിപ്പിച്ചെങ്കിൽ പോലും ഇന്ത്യ മുഖം തിരിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചത്. വിലയിലടക്കം കാര്യമായ വ്യത്യാസമുണ്ട്. F-35 യൂണിറ്റിന് ഏകദേശം 900 മുതൽ 950 കോടി രൂപ വരെയാണ് വില വരുന്നത്. പക്ഷേ സുഖോയെ സംബന്ധിച്ച് നോക്കിയാൽ അതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഏകദേശം 650 കോടി രൂപ വിലയ്ക്ക് നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് ഒരു നേട്ടം. ഇന്ത്യക്ക് ഒരു പ്രധാന ഘടകമായിട്ടുള്ള സോഴ്സ് കോഡ് ആകട്ടെ അമേരിക്ക ഒരു കാരണവശാലും പങ്കിടില്ല. റഷ്യയുമായി അങ്ങനെയല്ല. സാങ്കേതിക വിദ്യ കൈമാറ്റമടക്കം റഷ്യയുമായും ഇസ്രയേലുമായും നമുക്കുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ റഫേലുമായി പറയുമ്പോൾ ഫ്രാൻസുമായും അതിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ എന്തിന് നാം അമേരിക്കയെ ആശ്രയിക്കണം എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് ഈ സവിശേഷ സാഹചര്യങ്ങളിൽ ഒരു കാരണവശാലും അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പങ്കാളിയായി ഈ ഘട്ടം വരെയും നമുക്ക് വിലയിരുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി സുഖോയ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ സവിശേഷതകൾ തന്നെയാണ് വേറിട്ട് നിർത്തുന്നത്. ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ യുദ്ധവിമാനമാണ് സുഖോയ്. ഏകദേശം 2130 കിലോമീറ്റർ മണിക്കൂറിൽ പരമാവധി സഞ്ചരിക്കും. ഏകദേശം 10,000 കിലോഗ്രാം പേലോഡ് ശേഷിയുണ്ട്. മൾട്ടി ട്രാക്കിംഗ് SH-121 റഡാർ സിസ്റ്റം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കാലാവസ്ഥയിലും ഫലപ്രദമായി എല്ലാ ടെറൈൻ മേഖലകളിലും ഓടിക്കാനായി സാധിക്കുന്ന രീതിയിൽ, പ്രവർത്തിപ്പിക്കാനായി കഴിയുന്ന രീതിയിലുള്ള യുദ്ധവിമാനം. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലിൽ അദ്ദേഹം വലിയ നീക്കങ്ങൾക്ക് തന്നെയാണ് കാലെടുത്ത് വെച്ചിരിക്കുന്നത്. വൻ സ്വീകരണമാണ് ലഭിച്ചിരിക്കുന്നത്. ചരിത്രപരമായ സന്ദർശനമാണ് മോദി നടത്തിയിരിക്കുന്നതെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങളൊക്കെ തന്നെ വിശേഷിപ്പിക്കുന്നത്. ടെല്ലവീവിൽ മോദി വിമാനം ഇറങ്ങിയത് മുതൽ വൻ സ്വീകരണം കിട്ടിയിരിക്കുന്നു. മോദിക്കൊപ്പം കാറിൽ യാത്ര ചെയ്ത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തിന് മുന്നിൽ വൻ സന്ദേശം കൂടി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം. ഇനി ഇസ്രയേൽ പാർലമെന്റായിട്ടുള്ള നെസറ്റിനെ മോദി അഭിസംബോധന ചെയ്ത ശേഷമായിരുന്നു ഇരു നേതാക്കളും ഒരുമിച്ച് യാത്ര ചെയ്തത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. സാങ്കേതിക വിദ്യയിലെയും നൂതന സംരംഭങ്ങളിലെയും പുരോഗതികൾ വിലയിരുത്താനുള്ള ഒരു പ്രദർശനത്തിലേക്കായിരുന്നു ഇരുവരുടെയും യാത്ര. മോദിക്കൊപ്പം കാറിലിരിക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് നെതന്യാഹു നമ്മൾ ഒന്നിച്ച് മുന്നേറുന്നു എന്ന് ഹിന്ദിയിൽ കുറിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരുമിച്ച് മുന്നേറുന്നു. സാങ്കേതിക വിദ്യയിലും നൂതനാശയങ്ങളിലും ഇന്ത്യ ഇസ്രയേൽ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നു എന്നുകൂടിയാണ് നെതന്യാഹു പറയുന്നത്. നെസറ്റിനെയും അഭിസംബോധന ചെയ്ത മോദി ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള 2000-ലധികം വർഷത്തെ പഴക്കമുള്ള ബന്ധത്തെക്കുറിച്ച് കൂടി അദ്ദേഹം പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. താൽമുദിലും പുരാതന ഗ്രന്ഥങ്ങളിലും ഇന്ത്യയുമായുള്ള വ്യാപാരത്തെക്കുറിച്ച് പരാമർശമുള്ള കാര്യവും മോദി ഓർമ്മിപ്പിച്ചു. നെസറ്റിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്താനും അദ്ദേഹം മടിച്ചില്ല. ഇസ്രയേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു. പരമോന്നത ബഹുമതിയായിട്ടുള്ള സ്പീക്കർ ഓഫ് ദി നെസറ്റ് മെഡൽ അദ്ദേഹത്തിന് നൽകി ഇസ്രയേൽ ആദരിക്കുകയും ചെയ്തു. ഇന്ത്യ ഇസ്രയേൽ തന്ത്രപരമായ ഈ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ മോദി നൽകിയ വ്യക്തിപരമായ നേതൃത്വത്തിനാണ് ഈ ആദരം. 2023 ഒക്ടോബർ 7 നടന്ന ഹമാസ് ആക്രമണത്തെ ശക്തമായി തന്നെ മോദി അപലപിച്ചതിനെ നെതന്യാഹു പ്രശംസിക്കുകയും ചെയ്തു. ആ പ്രയാസകരമായ ഘട്ടത്തിൽ ഇന്ത്യ ഇസ്രയേലിനൊപ്പം ഉറച്ചു നിന്നതിൽ നന്ദി അറിയിക്കുന്നെന്നും നെതന്യാഹു ചൂണ്ടിക്കാട്ടി. 2 ദിവസത്തെ സന്ദർശനത്തിനായി ബുധനാഴ്ചയായിരുന്നു പ്രധാനമന്ത്രി എത്തിയത്. 9 വർഷത്തിനിടയിൽ 2ാം തവണയാണ് മോദി ഇസ്രയേലിലേക്ക് എത്തുന്നത്. ഏറ്റവും ഒടുവിൽ 2017 ജൂലൈയിലായിരുന്നു മോദി ഇസ്രയേൽ സന്ദർശനം നടത്തിയത്.